വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പതിവുപോലെ ഒരു വീക്കെൻഡ് റൈഡിന് ഇറങ്ങിയതാണ്. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും വൺ ഡേ റൈഡ് പോയി വരാൻ പറ്റുന്ന സ്പോട്ട് കവർ ചെയ്യുന്ന ഒരു ചെറിയൊരു സീരീസ് പോലെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലെ ഏറ്റവും പുതിയ വീഡിയോ ആണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു വാട്ടർഫോൾസ് ആണ്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ ദൂരത്തിലുള്ള ശിവനസമുദ്രം എന്ന് പറയുന്ന ഒരു വാട്ടർഫോളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മളിപ്പോൾ ഉള്ളത് കനക്പുര റോഡിലാണ്. സോ ഇവിടുന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ അടുത്താണ് അവിടേക്കുള്ള ദൂരം. കർണാടകയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫോളാണ് ശിവനസമുദ്രം. അതായത് നമ്മുടെ കാവേരി നദിയിലുള്ളൊരു അടിപൊളി വാട്ടർഫോളാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല വാട്ടർഫ്ലോ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫോട്ടോസിലൊക്കെ അത്യാവശ്യം നല്ല വാട്ടർഫ്ലോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് അതുപോലെ നല്ലൊരു കാഴ്ച കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ക്ലൈമറ്റ് തൽക്കാലം തിരക്കേടില്ല, ഒരു മൂടിയ കാലാവസ്ഥയാണ്. പക്ഷേ ഓക്കെ, മഴ പെയ്യായിരുന്നാൽ മതി. ഏകദേശം 2 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. 2-2.5 മണിക്കൂറുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ സമയം ഏകദേശം 7:35 നമ്മളൊരു 9 മണി 9:30 ആകുമ്പോൾ അവിടെ എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് സോളോ റൈഡ് അല്ല, ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ വണ്ടിയും പിന്നെ വേറൊരു ബൈക്കും ഉണ്ട്. മൊത്തം 4 പേര്. ഈ ഒരു സ്ഥലം നമുക്ക് ഏകദേശം ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്നതേ ഉള്ളൂ. രാവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയോടെ കൂടി വാട്ടർഫോൾ കണ്ട് നമുക്ക് തിരിച്ച് ബാംഗ്ലൂർ എത്താവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു മൺസൂൺ സീസണാണ്. ഒരു ഒക്ടോബർ നവംബർ വരെയുള്ള ടൈമാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനും ആ ഒരു വെള്ളച്ചാട്ടത്തിന് മുകളിലായിട്ട് തന്നെ ഒരു ഡാമുണ്ട്. അപ്പോൾ ആ ഡാം ഷട്ടർ തുറക്കുന്ന സമയത്താണ് നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നത്. അല്ലാത്തപ്പോഴത്തേക്കും അവിടെ ഫോഴ്സ് അത്രയ്ക്ക് ഉണ്ടാവില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ശിവനസമുദ്രമാണെന്നാണ് ഞാൻ എവിടെയോ വായിച്ചത്. അപ്പോൾ അവിടെ ആക്ച്വലി 2 വാട്ടർഫോളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഗഗനചുക്കി, മറ്റൊന്ന് ഭരചുക്കി. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പറയുന്നൊരു പേരാണ് ശിവനസമുദ്രം എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഫസ്റ്റ് കനക്പുരയാണ്. കനക്പുര, അത് കഴിഞ്ഞ് മലവള്ളി, അവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്താണ് നമ്മൾ ശിവനസമുദ്രത്തിലേക്ക് പോകുന്നത്. റൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കനക്പുര ടോൾ ഗേറ്റിൻ്റെ അവിടുന്ന് കുറച്ചിങ്ങോട്ട് വന്ന് ഒരു 6-7 കിലോമീറ്റർ വന്ന് കാണുമായിരിക്കും. 7 അല്ല 8 കിലോമീറ്റർ വന്ന് കാണുമായിരിക്കും. അതിനുശേഷം ഇപ്പോൾ റോഡ് അടിപൊളിയാണ്. ഞാൻ ലാസ്റ്റ് ഇതുവഴി വന്നപ്പോഴത്തേക്ക് ഈ റോഡൊക്കെ എന്താ പറയുക, അണ്ടർ കൺസ്ട്രക്ഷൻ ആയിരുന്നു. അത്രയ്ക്ക് നല്ല കണ്ടീഷനിലായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഇപ്പോൾ എന്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ എത്ര ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല, അതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ബട്ട് ഇപ്പം എന്താണല്ലോ, ആ തുടക്കത്തിൽ കുറച്ച് മോശം റോഡുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒരു മാറ്റമില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. പക്ഷേ അതൊരു അല്പദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കുറച്ച് സമയമായിട്ട് നല്ല റോഡ് കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കനക്പുര എത്തി. ഇനി ഇവിടുന്ന് ഏകദേശം 55 കിലോമീറ്ററാണ് നമുക്ക് ശിവനസമുദ്ര വാട്ടർഫോൾസിലേക്കുള്ളത്. ഇതെന്തോന്ന് പറയാ ഇത്? രക്ഷയില്ലാത്ത ലാൻഡ്സ്കേപ്പാണ് കേട്ടോ. 2 സൈഡിലും കൃഷിസ്ഥലങ്ങളും പിന്നെ കുറേ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്പേസൊക്കെയാണ്. അങ്ങ് ദൂരം മലകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു മഴയുടെ ലക്ഷണം കാണുന്നുണ്ട്. നമ്മൾ ഗഗനചുക്കി വാട്ടർഫോൾസിൻ്റെ റൂട്ടിലോട്ട് കയറി.
ഇവിടുന്ന് ലെഫ്റ്റ് ഗഗനചുക്കി ഫോൾസ്, ശിവ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്, ശിവനസമുദ്ര ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. ഏകദേശം നമ്മുടെ ലൊക്കേഷൻ എത്താറായി, 5 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. ശരിക്കും ഇതൊരു ടൗൺഷിപ്പ് പോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകളിലൊന്നാണ് ശിവനസമുദ്രം. സോ അന്ന് ഇവിടെ ഡാമും സംഭവങ്ങളൊക്കെ പണിത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ടൗൺഷിപ്പ് പോലെ, എന്താ പറയുക, സ്കൂള് ക്വാർട്ടേഴ്സ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത്രയും നമുക്ക് കാണാൻ കഴിയും ആ ഒരു ടൗൺഷിപ്പിൻ്റെ ഒരു വലിപ്പം. എനിക്കൊന്ന് ഇപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം എനിക്കൊന്ന് ശിവനസമുദ്രം അത്രയ്ക്കൊരു ഇപ്പോൾ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ ഒരു ടൗണൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും അധികം ആൾതാമസമൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആർക്കും കൺഫ്യൂഷനൊന്നും വരത്തില്ല. ഒരു SBIയുടെ ATM പക്ഷേ ഇതൊന്നും ഓപ്പൺ അല്ല കേട്ടോ, അതുകൊണ്ട് പഴയ ബിൽഡിംഗ് ഒക്കെയാണ്. ശരിക്കും എന്താ പറയുന്നത്, ഈ അബാൻഡൻ ചെയ്ത ഓരോ ടൗൺഷിപ്പുകൾ എന്നൊക്കെ പറയല്ലേ, ഏതാണ്ട് അതുപോലെയൊക്കെ. വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുൻപിൽ വരെ വണ്ടികളെത്തും, അതാണ് വേറൊരു അഡ്വാൻറ്റേജ്. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. നല്ല പുറത്താണ്, ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് നമുക്കൊരു അതിൻ്റെ കുറച്ച് വ്യൂ കിട്ടുന്നില്ല. ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങി. നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ളവരോട് പറയാനുള്ളത്, കഴിവതും വീക്കെൻഡാണ് വരുന്നതെങ്കിൽ കഴിവതും അതിരാവിലെ തന്നെ വരാൻ. ബാംഗ്ലൂരിൽ നിന്നാണ് വരുമ്പോഴത്തേക്ക് അതിരാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് നല്ല തിരക്കാണ്, പിന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. നമ്മളങ്ങനെ വീണ്ടും മെയിൻ റോഡിലെത്തി. സോ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുകയാണ്. ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മുടെ ഇത് ചാമരാജ് നഗർ റൂട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ കാവേരി നദിയുടെ മേൽക്കൂടെയുള്ളൊരു പാലമുണ്ട്. അപ്പോൾ ആ പാലത്തിലൊന്ന് കയറി അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാനാണ് പ്ലാൻ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാവേരി നദിയാണ്. കാവേരി നദി നിറഞ്ഞ് കവിഞ്ഞാണ് ഒഴുകുന്നത്. എന്നുവെച്ചാൽ അതുപോലെ മഴയാണ് ഈ ഒരു സൈഡിലോട്ടൊക്കെ. നമ്മളെ പാലം എത്തി. ഓക്കെ, ഇതിൽ വണ്ടി നിർത്താൻ സമ്മതിക്കില്ല. ആ ഡാം അവിടെ നിന്ന് വെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട്. നീ പറഞ്ഞ വഴി എവിടെയാ? വഴി എവിടെയാ? ആ അതാ കേട്ടോ. വീണ്ടും നമ്മൾ കാവേരി നദിയുടെ മേൽക്കൂടെ ഒന്നുകൂടെ ക്രോസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വന്ന പാലാണ് കേട്ടോ അത്. നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് ആ പാലത്തിൽ കൂടെ, ഇത് തിരിച്ച് ക്രോസ് ചെയ്ത് വേറൊരു പാലത്തിൽ കൂടെ. അടിപൊളി.
കുറേ പാലങ്ങളുണ്ട്, 1, 2, അതിനപ്പുറത്തൊരു പാലമുണ്ട്. ഓ എന്നാ രസമാണ് നോക്കിയേ. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മറ്റേ നമ്മളിങ്ങനെ ഇടിച്ചിട്ടാണ്. നിങ്ങൾ ഈ വഴിയാണ് വന്നത്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം വീണ്ടും തിരിച്ച് യൂട്ടേൺ എടുത്തിട്ട് നമ്മളിപ്പം ഭരചുക്കി ഫോൾസിന് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടുന്ന് 9 കിലോമീറ്റർ മറ്റേ ഉള്ളൂ. എന്നാൽ പിന്നെ അവിടെ കൂടെ പോയിട്ട് തിരിച്ച് പോയേക്കാന്ന് വിചാരിച്ചു. ഈ ഒരു ഏരിയ ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം ഈ സമയത്ത് തിരക്കുള്ള സമയമുണ്ട്. ഈ പാലത്തിലൊന്നും നിർത്താൻ സമ്മതിക്കത്തില്ല, പോലീസുകാരുണ്ട്. എല്ലാവരും തന്നെ നോക്കി ഈ സൈഡിലൊക്കെ നിർത്തിയിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. അപ്പോൾ മറ്റേ പാലത്തിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ല വ്യൂസ് കിട്ടുന്നത്. പക്ഷേ അവിടെ അതിനൊട്ടും വീതിയില്ല. ഇവിടെ പക്ഷേ അത്യാവശ്യം നല്ല വീതിയുണ്ട്. ഒരു പാലമുണ്ട്. ഇത് പഴയത് പാലാ. ഇതൊരു അടിപൊളി ലൊക്കേഷൻ കേട്ടോ. ഇപ്പം എനിക്ക് ഓർമ്മ വന്നു, ഈ വഴി നമ്മൾ പണ്ട് വന്നിട്ടുണ്ട്. ഈ വഴിയാണ് ഞങ്ങൾ പണ്ട് ആദ്യം വന്നത്. ഇപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ഇതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് അവിടെ നമുക്ക് വേണമെങ്കിൽ കയറാമായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്രയും പോലീസൊക്കെ ഉള്ളതുകൊണ്ട് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ സ്ഥലം മറ്റേ വെള്ളച്ചാട്ടം നമ്മൾ ആദ്യം പോയില്ലേ, അങ്ങ് അപ്പുറത്ത് നോക്കടാ പാർക്കിങ്. അബ്ബാസേ, നമ്മൾ അന്ന് വന്നത് ഇവിടെയാ. ഓക്കെ, നമ്മൾ ഭരചുക്കി വാട്ടർഫാൾസിന് അങ്ങോട്ട് കയറുകയാണ്. ഈ വഴിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഓർമ്മ വന്നത്. നമ്മൾ പണ്ട് വന്ന വഴി തന്നെ, ഇത് തന്നെ, ഇതിലാണ് വന്നത്. ഈ അവസാനത്തെ ഒരു 1 കിലോമീറ്റർ നല്ല രസമാണ്. 2 സൈഡും മരങ്ങളൊക്കെ ആയിട്ട്. വേണമെങ്കിൽ ഇവിടെ നിർത്തി തിരിച്ചു വരുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാം. പണ്ട് എൻ്റെ ചില ഫോട്ടോകൾ ഞാനിവിടെ വെച്ചെടുത്തിട്ടുണ്ട്, നല്ല ബൈക്കിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ. പാർക്കിംഗ് നമ്മളിവിടെ തിരിച്ചു പോകണം. ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ. ഞങ്ങൾ അധികം സമയം നിന്നില്ല. ചെന്നു 2 ഫോട്ടോയും വീഡിയോസും എടുത്തു. എന്തുമാത്രം ആളാണ് എൻ്റെ പൊന്നോ. വീക്ക് ഡേയ്സ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഒരാൾ പനക്കം ഒന്നും കാണത്തില്ല. നല്ല അടിപൊളിയായിട്ട് വന്ന് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാം. പിന്നെ ഇവിടെ ഈ പുഴയിൽ നിന്ന് പിടിച്ച ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നൊരു കടകൾ ഇഷ്ടംപോലെ ഉണ്ട് ഈ ഒരു റൂട്ടിൽ. അതും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പഴയ പാലത്തിൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ പോലീസൊക്കെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് വീണ്ടും മലവള്ളി ബാംഗ്ലൂർ ഹൈവേയിലോട്ട് എത്തി. സോ ഇതിൽ നിന്നൊക്കെ വേറെ പ്ലാൻസ് ഒന്നുമില്ല. നമ്മൾ നേരെ തിരിച്ചു പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ യാത്ര കാണുമായിരിക്കും തിരിച്ച്, നമ്മളെ ട്രാഫിക്കൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും. എന്തായാലും ഒരു അടിപൊളി യാത്രയായിരുന്നു. നമ്മൾ ശരിക്കും ഒരു വാട്ടർഫാൾസ് പ്രതീക്ഷയാണ് വന്നത്. പക്ഷേ ഇവിടുന്ന് നമ്മൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള 2 വാട്ടർഫാൾസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റി. പിന്നെ ഈ പറഞ്ഞ കാവേരി നദിക്ക് പുറകെയുള്ള 3 പാലത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്തു. സോ ഇത് വളരെ നല്ലൊരു എന്താ പറയുക റൈഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അന്നത്തെ.
അപ്പോൾ വീണ്ടും നമ്മൾ കയറിയ ഈ പാലത്തിൽ കൂടെ ഒന്നുകൂടെ ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വൺ ഡേ റൈഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും പുതിയ റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.